ആഞ്ജനേയാശ്രമത്തിൻ്റെ ഭരണസമിതിയിൽ ചർച്ച ചെയ്യുകയും അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നവതി എന്നുള്ള ആ മഹത്തരമായുള്ള സങ്കല്പത്തെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പരമാവധി സ്വാമിയുടെ സങ്കല്പത്തെ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാക്കി മാറ്റണമെന്നും ഭരണസമിതിയുടെ യോഗത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്രമത്തിലെ പരമാചാര്യനായ ബ്രഹ്മശ്രീ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി പാദങ്ങളോട് നവതി ആഘോഷം ഏത് രീതിയിൽ നടത്തണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മളോട് നൽകിയ നിർദ്ദേശം സാധിക്കുമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് 3 നിർദ്ദേശങ്ങളായിരുന്നു. അതിലൊന്ന് സാധിക്കുമെങ്കിൽ 90 ദിവസം നീണ്ടു നിൽക്കുന്ന പദ്ധതികളായിട്ട് 90ാമത് ജയന്തി നടത്തണമെന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ നിർദ്ദേശം കഴിയുമെങ്കിൽ പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിലെ ഗുരുവിന്റെ മഹാസമാധിയിൽ അർച്ചന നടത്തണമെന്നുള്ളതാണ്. മൂന്നാമത്തേത് 9 സന്യാസിവര്യന്മാർക്ക് യതിപൂജ നടത്തണമെന്നുള്ളതുമാണ്. ഈ 3 നിർദ്ദേശങ്ങളാണ് സ്വാമിജി നമ്മളോട് നിർദ്ദേശിച്ചത്. അതിൻ പ്രകാരം നവതി ആഘോഷിക്കപ്പെടുന്ന 90ാമത് ദിവസം ഒക്ടോബർ 14-ാം തീയതി കന്നിമാസത്തിലെ പുണർന്ന നക്ഷത്രം 90ാമത് ദിവസമായി കണ്ടുകൊണ്ട് പുറകിലേക്ക് 89, 88 എന്നിങ്ങനെ ക്രമപ്രകാരം എണ്ണി നോക്കുമ്പോൾ കൃത്യം 1ാമത്തെ ദിവസം ആരംഭിക്കുന്നത് കർക്കിടക 1-നാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് വലിയൊരു നിമിത്തമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഗുരുസങ്കല്പത്തിൽ നിശ്ചയിക്കപ്പെട്ടതാണ് എന്നുള്ള ആ ബോധ്യത്തോടുകൂടി 90 ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 90 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ട് ചെയ്യാമെന്ന് സ്വാമിജിയോട് ധരിപ്പിച്ചപ്പോൾ ഒരു സ്വാമി പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഒരു മാസം കർക്കിടകം 1 മുതൽ 31 വരെ നീണ്ടു നിൽക്കുന്ന ആദ്യത്തെ ഒരു മാസം, അതായത് സ്വാമിജി പറഞ്ഞത് ഈ 90 ദിവസത്തെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുക. അതിൽ 1ാമത്തെ ഭാഗം ആശ്രമത്തിൽ തന്നെ അനുഷ്ഠാന പദ്ധതികളോടുകൂടി ആവിഷ്കരിക്കുക. 2ാമത്തെ പദ്ധതി കേരളത്തിൽ എല്ലാ ജില്ലകളിലും സാധിക്കുമെങ്കിൽ സത്സംഗങ്ങൾ നടത്തുക, സ്വാമിജിയെ പ്രചരിപ്പിക്കുക. അടുത്ത അവസാനത്തെ 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത് വിവിധങ്ങളായുള്ള പരിപാടികളോടുകൂടി ആശ്രമത്തിൽ തന്നെ ആചരിക്കുക. ഇങ്ങനെയാണ് പറഞ്ഞത്. അതിന് പ്രകാരം കർക്കിടകം 1 മുതൽ 31 വരെ നീണ്ടു നിൽക്കുന്ന രാമായണ മാസക്കാലത്ത് എല്ലാ ദിവസവും രാമായണ പാരായണം ചെയ്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ശ്രീരാമ പട്ടാഭിഷേകം എന്ന രീതിയിൽ ലളിതാ സഹസ്രനാമ അർച്ചന എന്ന രീതിയിൽ 5 ഞായറാഴ്ചകളായിട്ട് 5 ശ്രീരാമ പട്ടാഭിഷേകവും അർച്ചനകളും ഒക്കെ ഇവിടെ നടക്കുകയുണ്ടായി. അതോടൊപ്പം സ്വാമിജി പറഞ്ഞ ഒരു കാര്യം, കർക്കിടകം 1-ാം തീയതി ഹോമം തുടങ്ങിയാൽ 31 വരെ അഖണ്ഡമായിട്ട് രാവും പകലും എന്ന ഭേദമില്ലാതെ മഹാസുദർശന മന്ത്രം കൊണ്ട് ഹോമിക്കണമെന്ന് സ്വാമിജി നിർദ്ദേശിച്ചു. അതിന് പ്രകാരം നമ്മുടെ ആശ്രമമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന സാധകന്മാരായിട്ടുള്ള നമ്മുടെ ഭരണസമിതിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരിലും പെട്ട 22 ആളുകൾ അതിന് തയ്യാറായി. ആ 22 ആളുകൾക്ക് സുദർശന മന്ത്രം നൽകി അവരെ അതിന് തയ്യാറാക്കി പഠിപ്പിച്ചെടുത്തു. അത്തരത്തിൽ 22 ആളുകൾ രാവും പകലും ഇല്ലാതെ ഇവിടെ ലളിതാ മഹാസുദർശന ഹോമം കൊണ്ട് മഹാസുദർശന മന്ത്രം കൊണ്ട് ഹോമം നടത്തുകയുണ്ടായി. അതിന്റെ സമാപനം കർക്കിടകം 31 ഓഗസ്റ്റ് 16 അന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഹോമം സമർപ്പിക്കപ്പെട്ടു. അതിനുശേഷം നടക്കുന്ന മഹാസഭയുടെ സമയത്താണ് സ്വാമിയുടെ സമാധി സംഭവിക്കുന്നത്. ആ 31 ദിവസം നീണ്ടുനിന്ന അനുഷ്ഠാന പദ്ധതികൾക്ക് ശേഷം സ്വാമിയുടെ സമാധി സംഭവിക്കുന്നു. അതിനുശേഷം ചിങ്ങമാസം മുതൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കേരളത്തിലെ 14 ജില്ലകളിലും നേരത്തെ ഇവിടെ ദിനേശൻ മാഷ് സൂചിപ്പിച്ചതുപോലെ 14 ജില്ലകളിലൂടെ ഏതാണ്ട് 30ഓളം കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമ അർച്ചനയും സത്സംഗങ്ങളും നടക്കുകയുണ്ടായി. സ്വാമിജിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു ദിവസം നമ്മളെല്ലാവരും ചേർന്ന് 100ഓളം ആളുകൾ ചെങ്കോട്ടുകോണം ആശ്രമത്തിൽ എത്തിച്ചേരുകയും ഗുരുനാഥന്റെ മഹാസമാധിയിൽ 2 ലക്ഷത്തിൽ പരം അർച്ചനകൾ പൂർത്തീകരിക്കുകയും ചെയ്തു. പിന്നീട് സ്വാമിജിയുടെ 41ാമത് സമാധി ദിനത്തിന് 9 സന്യാസിവര്യന്മാരെ ആചരിച്ച് യതിപൂജയും നിർവഹിച്ചു. അത്തരത്തിൽ ബ്രഹ്മപാദാനന്ദ സ്വാമി നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട 3 കാര്യങ്ങളും ഗുരുവിന്റെ കടാക്ഷം കൊണ്ട് നമുക്ക് സമങ്കളം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. ഇവിടെ എടുത്തു പറയേണ്ടത്, ഈ 90 ദിവസങ്ങളായി നടന്നു വരുന്ന പരിപാടിയുടെ 88ാമത്തെ ദിവസം ഒരു നവതി സമ്മേളനം എന്ന രീതിയിൽ നമ്മൾ ആദ്യമേ തന്നെ നിശ്ചയിച്ചിരുന്നു. ഇതിന്റെ 1ാമത്തെ ദിവസമായിട്ടുള്ള കർക്കിടകം 1-ന് മുമ്പ് തലേ ദിവസം നവതി സത്യാനന്ദം വിളംബര സഭയെ നമ്മളിവിടെ നടത്തി. ആ വിളംബര സഭയിൽ ഞാൻ ശ്രീശക്തി ശാന്താനന്ദ സ്വാമിയോട്, പൂജനീയ സ്വാമിജിയോട് ആ വിളംബര സഭയിൽ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ചില പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ട് വരാൻ സാധിച്ചില്ല. അന്ന് അദ്ദേഹത്തോട് ഞാൻ അപേക്ഷിച്ചത് കഴിയുമെങ്കിൽ നവതി സമ്മേളനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു എന്നാണ്. നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ എത്താമെന്ന് പറയുകയും ചെയ്തു.
ആ ഗുരുകടാക്ഷം കൊണ്ട് ഇന്ന് ആ നവതി സമ്മേളനം നടക്കുന്ന സമയം അദ്ദേഹം ശ്രീരാമദാസ് ആശ്രമത്തിന്റെ അധ്യക്ഷനായിക്കൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്ത് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ആ ഗുരുകടാക്ഷത്തിന്റെ ഗുരുത്വത്തിന്റെ മഹത്തരമായിട്ട് സങ്കല്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗുരുക്കന്മാർ സങ്കല്പിച്ചിട്ടുള്ളത് എന്തോ അത് നമ്മളിലൂടെ, എന്നിലൂടെയും നിങ്ങളിലൂടെയും ഒക്കെ നടക്കുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ കഴിഞ്ഞ 90 ദിവസങ്ങളിൽ ഏതാണ്ട് 40 ലക്ഷത്തോളം അർച്ചന ആ ഗുരുവിന്റെ, ആ മഹാഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. 14 ജില്ലകളിലും അതുപോലെ നവരാത്രി സമയത്തും ഇവിടെ ഈ കഴിഞ്ഞ 8 ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന ലക്ഷാർച്ചന, നാളെ 9ാമത്തെ ദിവസം നടക്കുന്ന ലക്ഷാർച്ചനയാണ്. ഈ 9 ദിവസങ്ങൾ, അവസാനത്തെ 9 ദിവസം നടക്കുന്ന ലക്ഷാർച്ചനകളിലൂടെ ഏതാണ്ട് 40 ലക്ഷം അർച്ചനകളാണ് നമുക്ക് ആ മഹാഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ നവതി സത്യാനന്ദം എന്ന് പേരിട്ടിരിക്കുന്ന ഈ മഹത്തരമായിട്ടുള്ള യജ്ഞം ഗുരുകടാക്ഷം കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പൂർണ്ണ രാമായണ പാരായണവും ശ്രീരാമ പട്ടാഭിഷേകവും 14 ജില്ലകളിൽ ഏതാണ്ട് 30ഓളം കേന്ദ്രങ്ങളിൽ നടന്ന ലളിത സഹസ്രനാമ സമൂഹാർച്ചനയും സത്സംഗങ്ങളും, നവരാത്രി ദിനത്തിൽ 9 ദിവസങ്ങളിൽ നവദുർഗാ സങ്കല്പത്തിൽ നടന്ന പൂജകളും ഹോമങ്ങളും അർച്ചനകളും നാമജപങ്ങളും, അതുപോലെ ശ്രീരാമ പട്ടാഭിഷേകവും രാമായണ പാരായണവും വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടികളും ഒക്കെ ആയിട്ട് പൂജനീയ ഗുരുനാഥന്റെ നവതി ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ആ ഗുരുക്കന്മാർ സങ്കല്പിച്ച രീതിയിൽ തന്നെ നമുക്ക് സമ്യക്കായിട്ട് സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ആ ഗുരുകടാക്ഷം. അതിന്റെ 88ാമത്തെ ദിവസമാണ് ഇന്ന്. നേരത്തെ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി പൂജനീയരായിട്ടുള്ള ബഹുമാനരായിട്ടുള്ള 3 വ്യക്തിത്വങ്ങളെ നമ്മൾ ആദരിക്കുന്നു എന്ന്. ശ്രീ സി ദിനേശൻ മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ജയറാം ശിവറാം, അതുപോലെ തന്നെ ശ്രീ പ്രദീപൻ മാസ്റ്റർ, ഈ 3 പേരും അവരുടെ മറുപടി ഭാഷണങ്ങളൊക്കെ നമുക്ക് നൽകുകയുണ്ടായി. ഈ നവതി സത്യാനന്ദം എന്ന പദ്ധതി ബ്രഹ്മശ്രീ ബ്രഹ്മപാദാനന്ദ സ്വാമിയോട് സംസാരിച്ച് 90 ദിവസങ്ങളിലായിട്ട് നടത്തണമെന്ന് തീരുമാനിച്ച ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഫോൺ ചെയ്തത് ശ്രീ പൂജപ്പുര കൃഷ്ണൻ നായർ സാറെയാണ്. ഞാൻ സാറോട് പറഞ്ഞു, സാറേ എനിക്കൊന്ന് കാണണം. അങ്ങനെ സാറുടെ വീട്ടിലെത്തി അദ്ദേഹത്തോട് സംസാരിച്ചു, നവതി നടത്തുന്ന കാര്യം പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാ വ്യാഴാഴ്ചകളിലും, കാരണം ഈ പറഞ്ഞ 90 ദിവസത്തിനിടയിൽ വരുന്ന 9 ദിവസങ്ങളിൽ സ്വാമിജിയെ അനുസ്മരിച്ചുകൊണ്ട് സ്വാമിജിയുടെ അവതാരം മുതൽ മഹാസമാധി വരെയുള്ള കാര്യങ്ങളെ ലഘുവായിട്ട് 9 ദിവസങ്ങളിൽ ഓൺലൈനായിട്ട് സാറോട് ക്ലാസ് എടുത്തു തരണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടി അത് ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നവതി സത്യാനന്ദത്തിന്റെ ആ ക്ലാസ്സുകൾ അദ്ദേഹം നൽകിക്കൊണ്ടേയിരിക്കുന്നു. 8 ക്ലാസ്സുകൾ കഴിഞ്ഞു, 8 ഭാഗം കഴിഞ്ഞു. അതിന്റെ 9ാമത്തെ ഭാഗവും അതിന്റെ അവസാനത്തെ ഭാഗവും ജയന്തി ദിനമായിട്ടുള്ള മറ്റന്നാൾ ആണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുക. സ്വാമിജിയുടെ അവതാരം മുതൽ സ്വാമിജിയുടെ സങ്കല്പം എന്തായിരുന്നു, സ്വാമിജിയുടെ പ്രവർത്തന മണ്ഡലം എന്തായിരുന്നു, സ്വാമിജി ആരായിരുന്നു എന്നതിന്റെ ഒരു ലഘുചിത്രം സ്വാമിജിയെ കുറിച്ച് മനസ്സിലാക്കാത്ത നമ്മുടെ എല്ലാം ഉള്ളിലേക്ക്, സ്വാമിജി അറിയാത്ത നമ്മുടെ എല്ലാം ഉള്ളിലേക്ക്, സ്വാമിജിയുടെ സങ്കല്പത്തെ ബോധ്യമുള്ള നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വരാൻ വേണ്ടി തയ്യാറായതാണ്. പ്രത്യേകിച്ച് ചില സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാതിരുന്നതാണ്. ഞാൻ പറഞ്ഞത്, ഈ നവതി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം അദ്ദേഹത്തെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് ഈ 90 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് സാർ ഒരു പേര് നൽകണം എന്നുള്ളതാണ്. ഉടനെ തന്നെ അദ്ദേഹം എഴുതി നവതി സത്യാനന്ദം. അങ്ങനെയാണ് നവതി സത്യാനന്ദം എന്നുള്ള പേര് നൽകിയത് ശ്രീ പൂജപ്പുര കൃഷ്ണൻ നായർ സാറാണ്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, ഈ പേര് മാത്രം കൊടുത്താൽ പോരാ, ഇതിന് ഒരു വിളംബര ഗീതം ഉണ്ടായിരിക്കണം, പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം നിർദ്ദേശിച്ചത് വട്ടപ്പാറ സോമൻ സാറോട് ഒന്ന് സംസാരിക്കാനാണ്. അങ്ങനെ വട്ടപ്പാറ സോമശേഖരൻ സാറുമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഒരു വിളംബര ഗീതം രചിച്ച് നൽകി. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് തന്നെ, വട്ടപ്പാറ സാർക്ക് തന്നെ അതൊരു വിളംബര ഗീതമായിട്ട് തോന്നാത്തത് കൊണ്ട് അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്തു, ഇത് ഞാൻ ചെയ്താൽ ശരിയാവുകയില്ല, മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിക്കായിരിക്കും നന്നാവുക, ഞാൻ ഭജനയും പാരായണവും ഒക്കെ എഴുതുന്ന രീതിയിലാണ് എഴുതുക, അതുകൊണ്ട് ഒരു വിളംബര ഗീതമായിട്ട് ഇത് തോന്നുന്നില്ല എന്ന് അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ആരെ വേണമെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത്, വണ്ടിക്കകത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദിനേശൻ മാസ്റ്റർ ഒരു മെസ്സേജ് വന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല, വേറൊരു വിഷയം അദ്ദേഹം മെസ്സേജ് ചെയ്തു. ഉടനെ എൻ്റെ മനസ്സിൽ തോന്നി ഇത് ഗുരു നിശ്ചയിച്ചതാണ്. ഞാൻ ഉടനെ തന്നെ ദിനേശൻ മാഷെ വിളിച്ചു. മാഷെ, ഇങ്ങനൊരു കാര്യമുണ്ട്, നവതി സത്യാനന്ദം എന്ന പേരിട്ടിരിക്കുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്, അതിനൊരു വിളംബര ഗീതം വേണം, സാറ് ആ ഒരു വിളംബര ഗീതം എനിക്ക് തരണം എന്ന് പറയുകയുണ്ടായി. ഉടനെ മാഷ് പറഞ്ഞത്, ഞാൻ നാളെ രാവിലെ ഗുരുവിൻ്റെ മുമ്പിൽ കർപ്പൂരം കത്തിച്ചിട്ട് അനുമതി ചോദിക്കട്ടെ, ഗുരു അനുവദിക്കുകയാണ് എങ്കിൽ ഞാനത് തയ്യാറാക്കാൻ, ഗുരു എന്നെ അനുവദിക്കുകയാണെങ്കിൽ ആ മഹത്തരമായുള്ള സങ്കല്പത്തിന് സമർപ്പണത്തിന് മുമ്പിൽ ശിരസ് നമിക്കട്ടെ. പിറ്റേ ദിവസം രാവിലെ നേരം വിളക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഫോണിലേക്ക് അദ്ദേഹം രചിച്ച്, അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ആ വിളംബര ഗീതം അദ്ദേഹം രചിച്ച് നൽകി എന്നുള്ളതാണ്. അങ്ങനെ ആ രചിക്കപ്പെട്ട വിളംബര ഗീതം നവതി സത്യാനന്ദന്റെ പേരിൽ രചിക്കപ്പെട്ട
ആ വിളംബര ഗീതം ഇനി മ്യൂസിക് നടത്തണം, അഥവാ അതിനെ ആലാപനം ചെയ്യണം. എന്നാൽ ദിനേശ് മാഷ് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി ആളുകളുടെ നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കുകയുണ്ടായി. പക്ഷെ നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക നിലവാരവും സാമ്പത്തിക അവസ്ഥയൊക്കെ പരിതാപകരമായതുകൊണ്ട് ഞാൻ സാറോട് പറഞ്ഞു, സാറേ നമുക്ക് വലിയൊരു ബാധ്യതയിൽ ചെയ്യാൻ സാധിക്കുകയില്ല, ഞാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഈ വിഷയം ഞാൻ കണ്ണൂർ ഷീജ ടീച്ചറുമായിട്ട് സംസാരിക്കുകയും ഷീജ ടീച്ചറോട്, നമ്മുടെ പ്രദീപൻ മാസ്റ്ററോട് ഇതൊന്ന് ചോദിക്കാമോ എന്ന് ചോദിക്കുകയുണ്ടായി. കാരണം ഞാൻ മാഷോട് ചോദിച്ചു കഴിഞ്ഞാൽ മാഷ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യം ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ എന്നോട് പറയാനുള്ള മടി ഉണ്ടാകുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഷീജ ടീച്ചർ മുഖാന്തരം ചോദിച്ചത്. എനിക്ക് ഷീജ ടീച്ചർ എന്നോട് പറഞ്ഞ മറുപടി, സാറ് കരയുകയായിരുന്നു എന്നാണ്. കാരണം എനിക്ക് അതിൽ കഴിഞ്ഞൊരു പുണ്യം എനിക്ക് വേറെ ഇല്ല, ഞാൻ അതിന് യോഗ്യതപ്പെട്ടവനാണോ എന്ന് സംശയിക്കുന്നു എന്നാണ് മാഷ് പറഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും മാഷ ആ ഒരു കാര്യം സധൈര്യം ഏറ്റെടുക്കുകയും അതിന് കമ്പോസ് ചെയ്യുകയും ആലാപനം ചെയ്യുകയും അത് വളരെ ഭംഗിയായിട്ട് തന്നെ വിചാരിച്ച സമയത്ത് തന്നെ നമുക്ക് അത് ലഭിക്കുകയും ചെയ്തു. ആ ലഭിച്ച ആ നവതി വിളംബര ഗീതം നമ്മളെല്ലാവരും കേട്ടു. അത് ഇവിടെ നമ്മൾ അതിൻ്റെ വീഡിയോ സഹിതം നമ്മൾ പ്രദർശിപ്പിച്ചു. നമ്മുടെ എല്ലാ ചാനലുകളിലും ഫേസ്ബുക്കിലും ഒക്കെ അത് എല്ലായിടത്തേക്കും എത്തിച്ചു. അങ്ങനെ ഈ നവതി വിളംബര ഗീതം രചിച്ച സമയത്ത് അത് പ്രദർശിപ്പിക്കുന്നതിൻ്റെ, അഥവാ അത് വിളംബര ഗീതം ചെയ്യേണ്ടതിൻ്റെ തലേദിവസം വൈകുന്നേരമാണ് ശ്രീ ഡോക്ടർ ജയറാം ശിവറാംജി ഈ നവതി സത്യാനന്ദം എന്നുള്ള ശ്ലോകം എനിക്ക് അയച്ചു തരുന്നത്. ഇതെല്ലാം കൂട്ടി വായിച്ചപ്പോൾ, കാരണം നമ്മൾ പ്രദർശിപ്പിക്കേണ്ടതിൻ്റെ, വിളംബരം ചെയ്യേണ്ടതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഒരു 4 വരിയിൽ നവതി സത്യാനന്ദം എന്നുള്ളതിന് ഒരു ശ്ലോകം ജയറാംജി എനിക്ക് അയച്ചു തരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്കൂ, കാസർഗോഡ് ഉള്ള ദിനേശൻ മാഷ് രചിക്കുകയും തിരുവനന്തപുരത്തുള്ള പുജപ്രസാദ് അതിന് പേര് നൽകുകയും ജയറാം ശിവറാംജി അതിനുള്ള ശ്ലോകരചന നിർവഹിക്കുകയും കേരളത്തിലെ 14 ജില്ലകളിലെയും സനാതനധർമ്മ വിശ്വാസികൾ ഹൈന്ദവ സങ്കല്പത്തിൽ ആ ഒരു ഗുരുവിന്റെ മഹാസങ്കല്പത്തിൽ ഒത്തുചേർന്നുകൊണ്ട് 40 ലക്ഷത്തോളം അർച്ചനകൾ പൂർത്തീകരിക്കുകയും ഈ അങ്കണത്തിൽ അതിന്റെ ആരംഭം കുറിക്കുകയും ഇപ്പോൾ അതിന്റെ സമാപന സമയത്തിലേക്ക് പൂജനീയ ശ്രീശക്തി ശാന്താനന്ദ മഹർഷി എത്തിച്ചേരുകയും നമ്മളെല്ലാം അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ ഒരു സഭയിൽ ഇതിലെന്താണ് ഞാൻ കൂടുതൽ പറയേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുക. ആ മഹാഗുരുവിന്റെ സങ്കല്പം കൊണ്ട് നമ്മളെല്ലാം നേരത്തെ ഇവിടെ ജയറാംജി പറഞ്ഞതുപോലെ ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ ആ മഹാഗുരു സങ്കല്പത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട്, നമുക്കുണ്ട്. അതിനെ വിടാതെ, ആ ഗുരു സങ്കല്പത്തെ വിടാതെ ആ ഒരു സങ്കല്പത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് എന്താണോ പൂജനീയ ഗുരുക്കന്മാർ നമ്മളോട് നൽകിയിട്ടുള്ള നിർദ്ദേശം, എന്താണോ നമ്മളോട് ആചരിക്കാൻ പറഞ്ഞിട്ടുള്ളത്, എന്താണോ അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അത് അനുഷ്ഠിച്ചുകൊണ്ട് ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ദൃഢപ്രതിജ്ഞയാണ് ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്, ഈ 3 വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു. ഈ ആദരിക്കുന്നത് എങ്ങനെയാണ് ഈ ആദരവിന് കാരണമായത് എന്ന് ഞാൻ പറയാമെന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. പൂജനീയ സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ തന്നെ അത് പറയണമെന്ന് ആഗ്രഹിച്ചത് ഈ ഒരു കാര്യം കൊണ്ടാണ്. കാരണം മഹാഗുരുക്കന്മാർ സങ്കല്പിച്ചിട്ടുള്ളതാണ്. പൂജപ്ര കൃഷ്ണൻ നായർ സാർ അതിന് പേര് കൊടുക്കുന്നു, കാസർഗോഡുള്ള ദിനേശൻ മാഷ് അതിന് രചന നിർവഹിക്കുന്നു, ജയറാം ശിവറാംജി അതിന് ശ്ലോകത്തെ നൽകുന്നു, കണ്ണൂരുള്ള പ്രതിഭ മാസ്റ്റർ അതിന് ആലാപനം ചെയ്യുന്നു. അങ്ങനെ ആ മഹാഗുരു നമ്മൾ പോലും വിചാരിച്ചതല്ല. ഈ ഒരു നവതി സത്യാനന്ദ പദ്ധതി തുടങ്ങുമ്പോൾ ഇങ്ങനൊരു പദ്ധതിയെ വിചാരിച്ചിട്ടില്ല, ഒരു വിളംബര ഗീതം വിചാരിച്ചിട്ടില്ല, മാസ്റ്റർ അത് പാടുന്നു വിചാരിച്ചിട്ടില്ല, മാസ്റ്റർ അത് രചിക്കുന്നു വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആ മഹാഗുരുക്കന്മാരുടെ സങ്കല്പമാണെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഇതിനൊക്കെ മുന്നോട്ട് പോകുന്നത്, നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ മഹാഗുരുവിൻ്റെ കൂടെ നിഴലായി നിന്നുകൊണ്ട് നമ്മളെക്കാളൊക്കെ എത്രയോ മഹാഭാഗ്യം ചെയ്ത സ്വാമിജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം സ്വാമിജിയുടെ കൂടെ, സ്വാമിജിയുടെ നിഴലായിട്ട് എത്രയോ കാലം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് സ്വാമിജിയുടെ അടുത്ത് ഇടപഴകാൻ സാധിച്ചിട്ടില്ല. കേവലം 3 വർഷം മാത്രമാണ് ഞാൻ സ്വാമിജിയെ കണ്ട് എപ്പോഴും പറയാറുള്ളതാണ്. പക്ഷെ ഇവിടെ സ്വാമിജിയുടെ കൂടെ നിഴലായിട്ട് നിന്നിരുന്ന, അല്ലെങ്കിൽ അത്രയും വർഷത്തെ ആ ഒരു ബന്ധമുള്ള, ആത്മബന്ധമുള്ള 2 മഹാത്മാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ തന്നെ ശാന്താനന്ദ മഹർഷി സ്വാമിജിയുടെ കൂടെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും സധൈര്യം മുന്നിട്ട് നിന്ന സ്വാമിജിയാണ്. അദ്ദേഹത്തെ നമുക്കിവിടെ ആശ്രമത്തിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പഴയ മഠത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്, ഇവിടെ പണി നടക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്, പണി പൂർത്തിയായതിനു ശേഷം വന്നിട്ടുണ്ട്. അങ്ങനെ നിരന്തരം ഇവിടെ എല്ലാ കാര്യങ്ങളിലും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവാറുണ്ട്. ഈ ഒരു സഭയിലും അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കാനുള്ള ആ ഒരു താല്പര്യത്തോടു കൂടിയും സങ്കല്പത്തോടു കൂടിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പൂജനീയ ശ്രീശക്തി ശാന്താനന്ദ മഹർഷിയുടെ പാദങ്ങളെ ആദരവോടുകൂടി അനുഗ്രഹ ഭാഷണത്തിനും സമീക്ഷയ്ക്കുമായിട്ട് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ജയ് സീതാറാം.